എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മോൺസ്റ്ററായി മാറിയ ഗാറയെ കാണിക്കുന്നു. അതുകൊണ്ട് ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ. നക്ഷുകയാവട്ടെ അതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുമ്പോ കുട്ടപ്പൻ പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ടിയാണ് അവനിപ്പോ ഇങ്ങനെയായി മാറിയത്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അവിടേക്ക് എത്തിച്ചേരും. സാക്കുറ കുട്ടപ്പനോടും നക്ഷുകയോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോ കുട്ടപ്പനാവട്ടെ എനിക്ക് എത്രയും പെട്ടെന്ന് ഗാറയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വീണ്ടും വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ ഓടാൻ തുടങ്ങും. അപ്പൊ അവനെ സാക്കുറ പിടിച്ചു നിർത്തി, ഓൾറെഡി നിനക്ക് ഇപ്പൊ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്, ആദ്യം ഞാൻ നിനക്ക് ട്രീറ്റ്മെന്റ് തരാം, അതിനുശേഷം ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ അവള് കുട്ടപ്പനെ പിടിച്ചിരുത്തി അവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. വില്ലനാവട്ടെ ഇപ്പൊ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നെജി വില്ലനെ ഫുള്ളായിട്ട് ഇപ്പൊ സ്കാൻ ചെയ്ത് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ആ വില്ലന്റെ പേര് സെയ്മ എന്നാണ്. ഈ വില്ലേജ് പോലും ക്രിയേറ്റ് ചെയ്തത് അവനാണ്. അവന്റെ അൾട്ടിമേറ്റ് വെപ്പൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ഗാരയുടെ പവർ അത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്തത്. ആ ഒരു വെപ്പന് അതിന് പവർ കൂടുതലായതുകൊണ്ട് നമ്മൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പവറും അത് അബ്സോർബ് ചെയ്യും. അതേസമയം ഇവിടെ വില്ലനാവട്ടെ അവൻ എങ്ങനെയാണ് ഇപ്പൊ ഗാരയുടെ ബോഡിയിലുള്ള ആ ഒരു മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഗാറ ഇപ്പൊ പഴയ ഇമാജിനേഷനിലേക്ക് പോവാണ്. കുട്ടപ്പനും അവനും ഫൈറ്റ് ചെയ്ത് സൈഡിൽ വീണത്. കുട്ടപ്പനാവട്ടെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി എൻ്റെ ജീവൻ പോലും ഞാൻ ത്യജിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവൻ ആലോചിക്കാൻ തുടങ്ങും. അവസാനമായിട്ട് അവൻ്റെ അങ്കിള് പറഞ്ഞ കാര്യം സ്നേഹമാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് ആവശ്യം. അതെല്ലാം ആലോചിച്ച് ഇപ്പൊ ഗാറ ആവട്ടെ പതിയെ നോർമൽ ആവാൻ തുടങ്ങും. ഇപ്പൊ ഗാറയ്ക്ക് അവന്റെ നോർമൽ പവർ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ ഒരിക്കലും അവന്റെ നോർമൽ പവർ കൊണ്ട് ആ ഒരു ബ്രഹ്മാണ്ഡ വില്ലനെ അടിച്ചു തോപ്പിക്കാൻ കഴിയില്ല. പക്ഷെ ഗാറ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. എന്തു വില കൊടുത്തും നിന്നെ ഇവിടെ വെച്ച് തന്നെ ഞാൻ നശിപ്പിച്ചു കളയുന്നു പറഞ്ഞ് ഗാറ ആവട്ടെ ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. വില്ലൻ ചിരിക്കും, ഈ ഒരു നോർമൽ ഗാറയ്ക്ക് എന്റെ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയോ? നിന്റെ സമയം എടുത്തു ഗാറ എന്ന് പറഞ്ഞ് അവനാവട്ടെ ആ 3 ഡ്രാഗൺസിനെയും ഇപ്പൊ പുറത്തേക്ക് എടുക്കും. ഡ്രാഗൺ മുഴുവനായിട്ടും ഇപ്പൊ അവനെ വലിഞ്ഞമർത്തുമ്പോ വില്ലൻ പറയും, നിന്നെ കൊണ്ട് കഴിയില്ല, നിന്റെ ഉള്ളിലുള്ള ആ ഒരു മോൺസ്റ്ററിന് മാത്രമേ എന്നെയും എന്റെ പവറിനെയും ചെറുത്ത് നിൽക്കാൻ കഴിയൂ. പക്ഷെ അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഗാറ അവനെ അടച്ചു വെച്ച സമയത്ത് ഒരുപാട് ചക്ര പവർ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ വില്ലന് അത് കേട്ടിട്ട് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. ഗാറ ചുറ്റും നോക്കും. അപ്പൊ വില്ലൻ വിചാരിക്കും ഗാറ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പോഴായിരിക്കും വില്ലൻ കാണുക അവിടെ ചുറ്റും ഉണ്ടായിരുന്ന മല പോലും തകർത്ത് ഇപ്പൊ ഗാറ സാൻഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരുപാട് സാൻഡ് ഇപ്പൊ വലിയ സുനാമി പോലെ അവിടേക്ക് ഒഴുകിയെത്തും. ആ സുനാമി അങ്ങനെ തന്നെ വന്ന് ആ ഒരു വില്ലനെ അട്ടിച്ച് തെറിപ്പിച്ച് മണ്ണിന്റെ അടി മൂടിക്കളയും. ഗാറയ്ക്കാണെങ്കിൽ ഇപ്പൊ പവറും ഇല്ല. അവൻ ക്ഷീണിച്ച് അങ്ങനെ അവിടെ നിൽക്കുമ്പോ വില്ലൻ നശിച്ചു പോയ സന്തോഷത്തില് നമ്മുടെ ആൾക്കാരെല്ലാവരും ഹാപ്പി ആവാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും ആ മണ്ണെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ വില്ലൻ അവൻ മുകളിലേക്ക് കയറി വരും. വില്ലന് കലി കയറി, നിന്റെ കയ്യിൽ ഇത്രയും ചക്ര പവർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ട് അവന്റെ പവർ എല്ലാം തന്നെ ഇപ്പൊ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാര് ഇപ്പൊ പേടിച്ച് വിറച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗാറയ്ക്ക് വലിയ ആപത്താണെന്ന് പറയും. ഗാറ ഉടനെ ഇപ്പൊ മണ്ണ് വെച്ച് വലിയൊരു ശൂലം തന്നെ ക്രിയേറ്റ് ചെയ്ത് അതാ വില്ലന്റെ നേർക്ക് വലിച്ചങ്ങോട്ട് എറിയും. ആ ഏറുകൊണ്ട് ഇപ്പൊ വില്ലന്റെ ബ്രഹ്മാണ്ഡ നിഞ്ച ടൂൾസ് എല്ലാം തന്നെ തകർന്ന് താഴെ വീഴാൻ തുടങ്ങും. വില്ലനാവട്ടെ അങ്ങനെ തന്നെ നിലത്ത് അടിച്ചു വീഴും. ഗാറ അവന്റെ മണ്ണ് കൊണ്ട് ഇപ്പൊ വില്ലനെ ചുരുട്ടിയെടുത്ത് അവിടെ തന്നെ അടക്കം ചെയ്യും. അങ്ങനെ മണ്ണിൽ നിന്ന് വന്നവനെ ഇപ്പൊ മണ്ണിലേക്ക് തന്നെ ഗാറ പറഞ്ഞയച്ചു. അവൻ തളർന്ന് താഴെ വീഴും. സാക്കുര ആവട്ടെ അവനെ ചെക്ക് ചെയ്തിട്ട് അവന്റെ ജീവന് ഇപ്പൊ യാതൊരു കുഴപ്പമില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഗാറ അവന്റെ മോൺസ്റ്ററിനെ പോലും ഇപ്പൊ കൺട്രോൾ ചെയ്തു എന്ന് പറയുമ്പോ കങ്കൂറ ആവട്ടെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ ഗാറ പറയും, എനിക്ക് ഒരുപാട് പവർ അതിനെയും നേടിയെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നറൂട്ടോ കുട്ടപ്പനിലൂടെയാണ്. അവൻ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടി ഒറ്റപ്പെട്ട് ജീവിച്ചിട്ട് പോലും അവൻ അവൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. കൂടുതൽ പവർ ആർജിച്ച് അവൻ മറ്റുള്ളവരെ സഹായിച്ചു. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി മുതലെന്ന് പറയും. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ കങ്കൂറ അവരോട് പറയും. പക്ഷെ എന്താ പാവം കുട്ടപ്പന് മാത്രം ഒന്നും പിടികിട്ടില്ല. അപ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് രണ്ടുപേര്
അങ്ങ് ലോങ് ഷോട്ടിൽ നിൽക്കുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, കാക്കാഷിയും സാക്ഷാൽ ജിറയ മാമനുമാണ്. അങ്ങനെ മറ്റൊരു വലിയ പ്രശ്നവും സോൾവ് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും തിരികെ ലീഫ് വില്ലേജിലേക്ക് വരും. പരുക്കു പറ്റിയ ഓരോരുത്തരെയും നമ്മുടെ സാക്കുറ പെറുക്കിയെടുത്ത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കൊടുക്കും. ഇവിടെ കുട്ടപ്പൻ കണ്ണു തുറക്കുമ്പോ അവന്റെ തൊട്ടടുത്ത് ഇപ്പൊ ജിറയ മാമനെ കാണും. കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. ഇത്രയും കാലവും എനിക്കൊരു ട്രെയിനിങ് പോലും തരാതെ നീ മുങ്ങി നടക്കുമായിരുന്നല്ലേ? അതിന് മാമൻ പറയും, അയ്യോ അല്ലല്ല, ഞാൻ ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഒത്തിരി ഗ്രാമങ്ങൾ കയറി ഇറങ്ങി നടക്കുകയായിരുന്നെന്ന് ഇപ്പൊ കുട്ടപ്പനോട് പറയും. അതിന് കുട്ടപ്പൻ, ഓ എനിക്കറിയാം നിന്റെ ഇൻവെസ്റ്റിഗേഷൻ, നീ ഏതെങ്കിലും പെമ്പിള്ളേരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മുടെ മാമൻ ഇപ്പൊ തലയിലടിച്ച് പറയും, സത്യമായിട്ടും ഞാൻ അക്കറ്റ്സുക്കി ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് പുറത്തേക്ക് പോയത്. ഇപ്പൊ അവരുടെ അടുത്ത് നിന്ന് എനിക്ക് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതിനുള്ളിൽ നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഞാൻ തരാന്ന് ഇപ്പൊ മാമൻ പറയും. ഇനിയും കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ പ്രാക്ടീസ് അത് ആരംഭിക്കണം എന്ന് പറയുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന ഗാരയാവട്ടെ ഒരു മിനിറ്റ് അത് കേട്ടു നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്ത് സാൻഡ് വില്ലേജിലെ ഗാറ, കങ്കൂറ, ടെമരി അവര് 3 പേരും ഇപ്പൊ തിരികെ അവരുടെ ഗ്രാമത്തിലേക്ക് പോവാണ്. അവർ ഒരുപാട് നന്ദി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. താങ്ക് യു, നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അങ്ങനെ അവരെല്ലാവരും ഇപ്പൊ തിരികെ പോകുമ്പോ മക്ഷുകി ആവട്ടെ അവൾ അടുത്തേക്ക് വന്ന് പറയും, നറൂട്ടോ കുട്ടപ്പനോട് ഒരു ബിഗ് താങ്ക്സ് പറയണം. കാരണം കുട്ടപ്പന്റെ ഓരോരോ കാര്യങ്ങളാണ് ഗാറ ഇങ്ങനെയാക്കി തീർത്തത്. മാത്രമല്ല ഗാറയാണ് എൻ്റെ മാസ്റ്റർ. സോ തീർച്ചയായിട്ടും എൻ്റെ താങ്ക്സ് പറയണമെന്ന് പറഞ്ഞ് അവളാവട്ടെ ഇപ്പൊ അവരുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങള് വലിച്ചു വാരി ഇപ്പൊ ബാഗ് പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗി ആവട്ടെ ഇപ്പൊ നാറയെ വിളിച്ച് നിന്റെ എല്ലാ പെർഫോമൻസും ഞാൻ ഇവാലുവേറ്റ് ചെയ്തു, എല്ലാം 100% ഓക്കെ അല്ലെങ്കിലും നിന്നെ ഞാൻ നെക്സ്റ്റ് ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണെന്ന് അവനോട് പറയും. അത് കേട്ട് ടെൻഷനായിട്ട് ഇപ്പൊ നാറ പറയും, എനിക്ക് അത്രയ്ക്കുള്ള എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ അപ്ഗ്രേഡ് ചെയ്യരുത്. അതിന് ഹൊക്കാഗ പറയും, അത് കുഴപ്പമില്ല, ഇനിയും ഗാറയ്ക്ക് ഒരുപാട് മിഷൻസ് ബാക്കിയുണ്ട്, അതുകൂടെ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴേക്കും നിനക്ക് ആവശ്യത്തിന് എക്സ്പീരിയൻസ് കിട്ടുമെന്ന് അവള് പറയും. പാവൻ നാറ ആവട്ടെ ഇപ്പൊ കണ്ണ് തള്ളി ഫ്യൂസ് പോയി അങ്ങനെ നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ ആവട്ടെ വീണ്ടും ഒരു ചത്ത മീനിനെ എടുത്ത് അതിനവളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് ജീവൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഈനോ അവളുടെ അടുത്തേക്ക് വന്ന്, എന്നെ കൊണ്ട് ഇപ്പൊ യാതൊരു പ്രയോജനവും ഇല്ല, ഈ ഒരു മിഷനിലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ വെറും ഒരു വേസ്റ്റായി മാറും, അതുകൊണ്ട് ഉറപ്പായിട്ട് എനിക്കും എന്തെങ്കിലുമൊക്കെ ആയി മാറണം, അതുകൊണ്ട് ഞാനും ഇപ്പൊ നിന്നെ പോലെ മെഡിക്കൽ നിഞ്ചയായി മാറാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അതിന് നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, എന്തും പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഒക്കാഗയോട് പറഞ്ഞ് ദയവ് ചെയ്ത് നീ പെർമിഷൻ വാങ്ങിത്തരണമെന്ന് പറയുമ്പോൾ സാക്കുറ ചിരിച്ചിട്ട്, തീർച്ചയായിട്ടും എന്നെ കൊണ്ടാവുന്ന എല്ലാ സഹായവും നിനക്ക് ചെയ്തു തരുമെന്ന് ഇപ്പൊ അവളോട് പറയും. അതിന് സാക്കുറ, ഓ യെസ്, പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ നീ എൻ്റെ ചിന്ന കുഞ്ഞായിരിക്കും, കാരണം ഞാനിപ്പോൾ ഒരു മെഡിക്കൽ നിഞ്ചയാണ്, ഞാനായിരിക്കും തീർച്ചയായിട്ടും നിനക്ക് ട്രെയിനിങ് തരിക. അത് കേൾക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഈനോയ്ക്ക് തീരെ പിടിക്കില്ല. കട്ട് ചെയ്താ ഇവിടെ ടെൻറ്റനാവട്ടെ നമ്മുടെ ലീപ് പയ്യനെ ഇപ്പൊ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും വലിയ മിഷൻ നടന്നിട്ടും അവളെ മാത്രം വിളിച്ചില്ല. നമ്മുടെ ചോച്ചയും ടീമും അത് നോക്കിയിരുന്ന് ഇപ്പൊ കുട്ടപ്പനെ കുറിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങും. ഇവിടെ നെജി ഹിനട്ടെ ആവട്ടെ പൊരിഞ്ഞ പ്രാക്ടീസിലാണ്. പ്രാക്ടീസിനൊടുവില് നമ്മുടെ നെജി ആവട്ടെ ഹിനട്ടെ അടിച്ചു ചുരുട്ടി ഒരു മൂലക്കിരുത്തും. ഓക്കെ, ട്രെയിനിങ് മതി, നീ എത്രയും പെട്ടെന്ന് അവനെ പോയി കാണണം, ഇനി എപ്പോഴാണ് അവൻ തിരിച്ചു വരാന്ന് പറയാൻ കഴിയില്ല. നെജി പറഞ്ഞത് മറ്റാരെയും കുറിച്ചല്ല, സാക്ഷാൽ നറൂട്ടോയെ കുറിച്ചാണ്. നെജിക്കറിയാം ഹിനട്ടയ്ക്ക് അവന് ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇവിടെ കുട്ടപ്പൻ ഹായ് ആയിട്ട് തുള്ളിച്ചാടി ഇറൂക്കയുടെ ക്യാഷിന് നൂഡിൽസ് ഒക്കെ കഴിച്ച് മാമന്റെ കൂടെ ഇപ്പൊ പുറത്തേക്ക് പോകും. അപ്പൊ ലോങ് ഷോട്ടില് ഇപ്പൊ നമ്മുടെ ഹിനട്ടക്കുട്ടപ്പി ആവട്ടെ കുട്ടപ്പൻ പോകുന്നത് നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും